കുട്ടമ്പുഴയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിച്ച സംഭവത്തിൽ ഡീൻ കുര്യാക്കോസ് എം.പി. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. ജനവാസ മേഖലയിലെ വന്യമൃഗ ശല്യങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്നും ഡീൻ കുര്യാക്കോസ് എം.പി. ആവശ്യപ്പെട്ടു. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ കാട്ടാന ആക്രമണത്തിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 2 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട സംഭവം ലോക്സഭയിൽ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഡീൻ കുര്യാക്കോസ് എം.പി. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. ജനവാസ മേഖലയിലും കൃഷിസ്ഥലത്തും വന്യമൃഗ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നത് സംസ്ഥാന സർക്കാരും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും അലംഭാവമാണെന്നും ഈ വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെന്നും ഡീൻ കുര്യാക്കോസ് എം.പി. ആവശ്യപ്പെട്ടു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള കൃത്യമായ അലംഭാവം. ഇന്നലെ ഈ സംഭവം ഉണ്ടാകുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ആ പ്രദേശത്ത് കാട്ടാന ഇറങ്ങിയിട്ടുണ്ട്. അവയെ തുരത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഫോറസ്റ്റ് ഓഫീസിൽ പോയിരിക്കുന്ന നാട്ടുകാരെ കുറിച്ച് എനിക്കറിയാം. അവരെന്നോട് പറഞ്ഞത് അവിടെ പെട്രോളില്ല, ഡീസലില്ല എന്ന് പറഞ്ഞിട്ടുള്ള ന്യായവാദങ്ങളാണ് ഉദ്യോഗസ്ഥന്മാർ നിരത്തിയത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ക്രിമിനൽ നെഗ്ലിജൻസ് ആണ്. ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കണം. അതോടൊപ്പം ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ പ്രാഥമികമായ ബാധ്യതയുള്ള സർക്കാർ അത് ചെയ്യാതെ മാറി നിൽക്കുന്നു. അപ്പോൾ ഇതിൽ ഗവൺമെന്റിന്റെ അനാസ്ഥ മാത്രമാണ് മനുഷ്യജീവനുകൾ പൊലിഞ്ഞു വീഴുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എം.പി. എന്നുള്ള നിലയിൽ തുടർച്ചയായി ഈ വിഷയം പാർലമെന്റിന്റെ ശ്രദ്ധയിലേക്ക് ഇതിനു മുമ്പ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളതാണ്. പ്രൈവറ്റ് മെമ്പർ ബില്ല് ഉൾപ്പെടെ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നും ലോക്സഭയിൽ ഈ വിഷയം ഉന്നയിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അനുമതി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാരും അവധാനതയോട് കൂടിയിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതായിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള വീഴ്ചയാണ്, അഥവാ ഗവൺമെന്റിന്റെ പാളിച്ചയാണിത്. ഇപ്പോൾ ഫണ്ടിങ്ങിന്റെ അപര്യാപ്തതയാണ് ഈ കാര്യത്തിലുള്ളത് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഞാൻ ഈ വിഷയത്തിൽ ഇടപെടുമ്പോൾ ആവശ്യത്തിന് ഫണ്ട് കേന്ദ്രവിഹിതമൊക്കെ കിട്ടുന്നുണ്ട്. നബാർഡിന്റെ ഫണ്ട് അവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി RKVYയുടെ പദ്ധതി അവിടെയുണ്ട്. പദ്ധതികളുടെ അഭാവമല്ല, പക്ഷെ അത് നടപ്പിലാക്കാത്തതാണ് പ്രശ്നം. അപ്പോൾ അത് നടപ്പിലാക്കാത്ത ആളുകൾക്കെതിരെ, സമയബന്ധിതമായി ഇടപെടാത്ത ആളുകൾക്കെതിരെ ഈ ഉദ്യോഗസ്ഥന്മാരെ തീറ്റിപ്പോറ്റുന്ന മന്ത്രിയും ഗവൺമെന്റും നടപടി സ്വീകരിക്കട്ടെ. അങ്ങനെ മാതൃകാപരമായി 1-2 നടപടി സ്വീകരിക്കുമ്പോൾ ഈ പ്രശ്നത്തിന്റെ പകുതി അവിടെ കഴിഞ്ഞു. ഇപ്പം ജനങ്ങളെ പഴി പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട ആളുകളാണ് ഒരുപക്ഷെ അവർ യാതൊരു മാർഗവുമില്ല. കൃഷിക്കാരെന്ന് പറഞ്ഞാൽ അവരുടെ അവസാനത്തെ തൊഴിൽ സാധ്യതയാണല്ലോ കാർഷിക രംഗം. അവിടെ ജോലി ചെയ്യുമ്പോൾ ഈ തരത്തിലുള്ള ഒരു സംരക്ഷണം കിട്ടാതെ വരുന്നു. ഇന്നലെ ആ ചെറുപ്പക്കാരൻ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനാണ്. സെക്യൂരിറ്റി ജീവനക്കാരൻ അയാളുടെ തൊഴിലിടത്തു നിന്നും രാത്രിയല്ലാതെ എപ്പോഴാണ് വീട്ടിൽ പോവുക? വീട്ടിൽ പോകുമ്പോഴുണ്ടായ ദാരുണമായ സാഹചര്യമാണ് അവിടെ ഈ വിധത്തിലേക്ക് കാര്യങ്ങൾ വന്നത്. അപ്പോൾ ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഉത്തരവാദിത്വം സർക്കാരിനാണ്. സർക്കാർ ഈ കാര്യത്തിൽ വന്നിട്ടുള്ള വീഴ്ച കൃത്യമായി പരിശോധിച്ചുകൊണ്ട് നടപടി സ്വീകരിക്കാൻ, മേലിൽ ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തിലേക്ക് കടക്കണമെന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. അതായത് ഈ പറയപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരെ തീറ്റിപ്പോറ്റുകയാണ് ഗവൺമെന്റ്. അവർക്ക് എല്ലാ വിധത്തിലുമുള്ള പരിഗണന ഇത് വീണ്ടും വീണ്ടും കിട്ടുകയാണ്. എന്നാൽ സാധാരണക്കാർക്ക് യാതൊരു റൈറ്റും ഇല്ല, ഒരവകാശവും ഇല്ല. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ എത്രയോ ഒരു ജനാധിപത്യ രാജ്യത്ത് ഭൂഷണമല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഈ പറയപ്പെടുന്ന വീഴ്ച വരുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ക്രൂരമായ കുറ്റകൃത്യമാണ് ചെയ്തിട്ടുള്ളത്. ക്രിമിനൽ നെഗ്ലിജൻസ് ആണ് അവരുടെ ഭാഗത്ത് വന്നിട്ടുള്ളത്. സമയത്ത് അവിടെ ചെന്ന് ഈ ആളുകൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ബാധ്യതയുണ്ടായിരുന്നവർ. ഇപ്പോൾ എനിക്ക് ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് നേരിട്ട് അനുഭവമുണ്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞ വർഷം, കഴിഞ്ഞ നാളുകളിൽ ഇന്ദിരാമ എന്ന് പറയുന്ന തൊട്ടടുത്ത പഞ്ചായത്തിലെ ഒരു സ്ത്രീ മരണപ്പെട്ട സംഭവം ഉണ്ടായപ്പോൾ അവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വരാത്തത് എന്താണെന്ന് വിളിച്ചന്വേഷിച്ചപ്പോൾ, രാവിലെ 9 മണിക്കാണ് സംഭവം. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വരാത്തത് എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് വാഹനമില്ല എന്നുള്ളതാണ്. ഇന്നലെ പറഞ്ഞത് പെട്രോൾ ഇല്ല എന്നാണ്. ഈ പറയപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ച ആർക്ക് ന്യായീകരിക്കാൻ കഴിയും? അപ്പം ഞാൻ ഈ വിഷയം ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. സംസാരിക്കാൻ അവസരം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണുള്ളത്. സ്പീക്കറെ നേരിട്ട് കാണാൻ ശ്രമിക്കുന്നുണ്ട്. ലോക്സഭയുടെ ശ്രദ്ധയിലേക്ക് വീണ്ടും ഈ കാര്യം കൊണ്ടുവരും. കേരളത്തിലെ എംപിമാരെല്ലാവരും, ബഹുമാനിയായ പ്രിയങ്ക ഗാന്ധി വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ഇഷ്യൂ വളരെ കൃത്യമായി ഇന്നലെ ഫോക്കസ് ചെയ്ത് ചോദ്യോത്തര വേളയിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ മറ്റ് എംപിമാരും ഈ കാര്യത്തിൽ പിന്തുണയായിട്ടുണ്ട്. UDF ഈ കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. മുമ്പും അങ്ങനെ തന്നെയായിരുന്നു. ഇന്നും ആ ഒരു തരത്തിൽ തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. മീഡിയ 60 കോതമംഗലം.